അസുലഭ നിമിഷമിതാ, അപൂർവ സമയമിതാ, രക്ഷകനണയും ഈ ബലിവേദിയിൽ പൂജ തുടങ്ങുകയായി. രക്ഷകനണയും ഈ ബലിവേദിയിൽ പൂജ തുടങ്ങുകയായി. അസുലഭ നിമിഷമിതാ, അപൂർവ സമയമിതാ, രക്ഷകനണയും ഈ ബലിവേദിയിൽ പൂജ തുടങ്ങുകയായി. രക്ഷകനണയും ഈ ബലിവേദിയിൽ പൂജ തുടങ്ങുകയായി. അനുരഞ്ജിതരാകാം, അർപ്പകരായി മാറാം. അനുരഞ്ജിതരാകാം, അർപ്പകരായി മാറാം. കാൽവരി ഓർമ്മകൾ ഈ ബലിവേദിയിൽ വീണ്ടും ഉണർത്തുകയായി. കാൽവരി ഓർമ്മകൾ ഈ ബലിവേദിയിൽ വീണ്ടും ഉണർത്തുകയായി. ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു ഓശാന പെരുന്നാൾ നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് പതിവിലും വ്യത്യസ്തമായി ഭവനങ്ങളിലിരുന്നു കൊണ്ട് കുരുത്തോല വാങ്ങൽ കർമ്മങ്ങളില്ലാതെ, കുരുത്തോല പ്രദക്ഷിണങ്ങളില്ലാതെ നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യം അതിനെ നമ്മൾ നിർബന്ധിതരാക്കി. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ തമ്പുരാൻ്റെ തിരുമുമ്പാകായിരിക്കാം. ഇന്ന് ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഈ ഓശാന തിരുനാളിൽ ഈ തിരുക്കർമ്മത്തിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം, ജെറൂസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ച ഈശോ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഇന്ന് കടന്നു വരണം എന്നാഗ്രഹിച്ച് ഈശോയുടെ ഈ കടന്നുവരവ്, ഈശോയുടെ സാന്നിധ്യം പകർച്ചവ്യാധികളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും, തിന്മകരമായ പ്രവണതകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ആധിപത്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കും എന്നുറച്ച് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസം ഓശാനയുടെ ഓർമ്മകളുമായി ജെറൂസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ച സമാധാന രാജാവായ ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഈ വിശുദ്ധ ബലി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടെ യാഗം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും.
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർപ്പിനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായി, വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, അങ്ങേക്ക് ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും അങ്ങ് സ്വീകരിക്കണമേ. ഓശാന പാടി അങ്ങേ എതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കുരുത്തോല സ്വീകരണത്തിൻ്റെയും കുരുത്തോല നൽകലിൻ്റെയും കർമ്മങ്ങളാണ് നമ്മളിപ്പോൾ നടത്തുക. നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഭക്തിയാദരപൂർവ്വം ഈ കുരുത്തോലകൾ ആത്മന നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കുരുത്തോല വെഞ്ചരിപ്പ് നടത്തി ധൂപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ ഈശോയ്ക്ക് സ്തുതി പാടുന്ന ഒലിവിലെ ചില്ല പിടിച്ച ഓർഷലെ നിവാസികൾക്ക് സമാനമാക്കി സമാധാനത്തിന് നിറവുള്ളതാക്കി മാറ്റുകയും ചെയ്യാം. നമുക്ക് സ്നേഹപൂർവ്വം ഓശാന പാടുവിനെന്ന ഗീതകം ആലപിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമോതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീഥിയൊരുക്കുവിൻ, വിണ്ടലനാദനെഴുന്നള്ളുന്നു, ആനന്ദഗാനങ്ങളെങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറൂസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവകമായ അങ്ങയുടെ പ്രവേശനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഈ സമയം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായി അങ്ങയുടെ വലതുകരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും ഏറ്റവും പ്രത്യേകമായി ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് അങ്ങേ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ അങ്ങയുടെ പ്രത്യാഗമനത്തിൽ അങ്ങേ എതിരേൽക്കുവാനും സ്വർഗീയ ജെറൂസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം അങ്ങേ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മളിപ്പോൾ കുരുത്തോലകൾ വഞ്ചരിച്ച് ധൂപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടവക ജനം മുഴുവൻ്റെയും പ്രതിനിധിയായി എന്നോടൊപ്പം വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ദേവാലയ ശുശ്രൂഷി ശ്രീ ജിജോ തനങ്കാലയിൽ ഈ കുരുത്തോല സ്വീകരിക്കും. നമുക്കെല്ലാവർക്കും ആത്മന നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമ്മുടെ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കുരുത്തോലകളെ സ്വീകരിച്ച് ഓശാന പാടി എതിരേറ്റ ഓർസലെയും നാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസപൂർവ്വം നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. പണ്ട് യഹൂദർ ജെറൂസലേമിൽ പ്രവാചകന്മാർ
നൽകിയ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി മിശിഹായെ കാണുവാൻ കാത്തുകാത്തിരുന്നതുപോലെ ഈ ദേവാലയത്തിൽ മഹേശ്വര ദർശനം നേടി ഈ കുരുത്തോലകളെ ആശീർവദിച്ച് സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കാണുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കൃപ നൽകണമേ നല്ല ദൈവമേ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുക്കർമ്മത്തിൽ ഭക്തിയാദരപൂർവ്വം നമുക്ക് പങ്കുചേരാം. ഈശ്വരാനിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. മനോജ്ഞമാം നിൻ ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം. മഹേശ്വരാനിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവെ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദയായി വിട്ടുപോകുന്നില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം മകളെ അനുഗ്രഹിക്കട്ടെ. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയാശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലേ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം
ഗുരു ആശീർവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാലുക്കളാക്കുവാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കുവാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തു കൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിന് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെന്നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ജെറൂസലേമിനെ സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബത്ഫഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു:
ദാവീദിൻ്റെ പുത്രന് ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെല്ലാം ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു ഓശാന തിരുനാൾ കൂടെ നമ്മെ തേടിയെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. അല്പം ദുഃഖത്തോടുകൂടെ തന്നെയാണ് നമ്മളെല്ലാം ഈ ഓശാന തിരുനാളിൽ പങ്കുചേരുന്നത്. കാരണം ദേവാലയത്തിൽ വരാൻ സാധിക്കില്ല. കുരുത്തോല വാങ്ങാൻ ദേവാലയത്തിൽ നിന്ന് സാധിക്കുന്നില്ല. കുരുത്തോല പ്രദക്ഷിണം നടത്താൻ സാധിക്കുന്നില്ല. ആ ഒരു ദുഃഖം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്രകാരം ദേവാലയത്തിൽ നിന്ന് അകന്നു നിന്നൊരു വിശുദ്ധവാര ആഘോഷം, വിശുദ്ധവാരത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് ഈ ആഴ്ച നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, ഇന്ന് ഈ ഓശാന ദിവസം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തേണ്ടത്, ഒരുക്കേണ്ടത്, എൻ്റെ ഭവനത്തെ ഒരുക്കേണ്ടത് എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഓശാന തിരുനാളിൽ രണ്ട് മാനങ്ങൾ, രണ്ട് ഡയമെൻഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒന്ന്, ജെറൂസലേമിലേക്ക് രാജകീയമായിട്ട് സമാധാന രാജാവിനെ പോലെ പ്രവേശിച്ച ഈശോ. രണ്ടാമത്തത്, ഈശോയെ ആർപ്പുവിളികളോടെ ആരവങ്ങളോടെ വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് ഒലിവിൻ കൊമ്പുകൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സ്വീകരിച്ച അവിടുത്തെ ജനത്തിൻ്റെ കാഴ്ചപ്പാടും ജീവിതവും. ഈ രണ്ട് ഡയമെൻഷൻസ് നമ്മൾ ഇന്ന് ഓശാന ദിവസം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോ പ്രവേശിക്കുന്നത് ജെറൂസലേമിലേക്കാണ്. ജെറൂസലേം എന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. ജെറൂസലേം എന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. ജെറൂസലേം ദൈവത്തിൻ്റെ ഭവനമെങ്കിൽ യേശു പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനങ്ങളിലേക്കാണ്, ജെറൂസലേമിലേക്കാണ്. ദൈവത്തിൻ്റെ ഭവനങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ ജീവിതങ്ങളിലേക്ക് നമ്മളൊന്ന് കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭവനങ്ങൾ എന്നത് ഒന്ന് നീ തന്നെയാണ്, ഞാൻ തന്നെയാണ്, എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. പൗലോസ്ലീഹ തന്നെ കൊറിന്തോസുകാർക്കെതിരെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും, ആ ആലയം നിങ്ങൾ തന്നെ. പൗലോസ്ലീഹ പറയും, നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. കർത്താവിന് വസിക്കാൻ വേണ്ടി അവിടുന്ന് രൂപപ്പെടുത്തിയതാണ് ഈ ശരീരം. കൊറിന്തോസുകാർക്ക് ഇത് 1 ലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയാണ്. അവിടത്തേക്ക് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയാണ് ഈ ശരീരമെങ്കിൽ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ ജെറൂസലേമാക്കണം. അത് എങ്ങനെയുള്ള ജെറൂസലേമാക്കണം? ഈശോ ശുദ്ധി ചെയ്ത ജെറൂസലേം ദേവാലയം പോലെയാക്കണം, ദൈവത്തിൻ്റെ ഭവനമാക്കണം. ഈശോയ്ക്ക് കടന്നു വരാൻ സാധിക്കുന്ന യാതൊരു തരത്തിലുള്ള അശുദ്ധിയും തിന്മയുമില്ലാത്ത അപ്രകാരമുള്ള
യേശുവിൻ്റെ ഭവനം. അപ്രകാരം നമ്മളുടെ ശരീരങ്ങളെ രൂപപ്പെടുത്തണം. അപ്പോൾ ഈശോ എൻ്റെ ശരീരമാകുന്ന ഈ ഭവനത്തിലേക്ക് കടന്നു വരും. രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഭവനം ഞാൻ രൂപപ്പെടുത്തേണ്ട എൻ്റെ കുടുംബമാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമാകണം. ദൈവത്തിൻ്റെ ഭവനമായിട്ട് എൻ്റെ കുടുംബം മാറുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഈശോ ഇതുപോലെ രാജകീയമായി സമാധാന രാജാവായി പ്രവേശിക്കും. അതിന് ഞാൻ എൻ്റെ ശരീരമാകുന്ന ആലയത്തെ ദൈവഭവനമാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ എൻ്റെ കുടുംബവും അപ്രകാരം ദൈവത്തിൻ്റെ ആലയമായി തീരും. ഇന്ന് നമ്മളൊക്കെ ഭവനത്തിൽ അൾത്താരയൊരുക്കി ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഓശാന തിരുക്രമങ്ങളിലും വിശുദ്ധ കുർബാനയിലും വിശുദ്ധവാര ആരംഭ ദിനത്തിലെ ആചരണങ്ങളിലും ഒക്കെ പങ്കുചേരുമ്പോൾ ഓർക്കണം, നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതൊക്കെ അപ്രകാരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭവനത്തിൻ്റെ വിശുദ്ധി നമ്മൾ നിലനിർത്തണം, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ. അപ്രകാരം നമ്മളുടെ ഭവനങ്ങളെ നമ്മൾ ദേവാലയങ്ങളാക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ ദേവാലയങ്ങളാക്കുമ്പോൾ, മൂന്നാമത്തെ ദേവാലയമായ എൻ്റെ ഇടവക ദേവാലയം എൻ്റെ ആത്മീയ നിറവും മാനസാന്തരവും നവീകരണവും വഴിയായി എൻ്റെ ഇടവക ദേവാലയം ഇന്ന് ശൂന്യമായി കിടക്കുകയാണെങ്കിലും എൻ്റെ മാനസാന്തരവും എൻ്റെ ആത്മീയ നവീകരണവും വഴിയായി ശൂന്യമായി കിടക്കുന്ന ഈ ദേവാലയം നിറഞ്ഞിരിക്കും എൻ്റെ ആത്മീയ നവീകരണം വഴിയായി. അത് ഈ ഓശാന ദിനത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊക്കെ സ്വന്തമാക്കാൻ സാധിക്കണം. ഈ ദേവാലയ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഈശോയെ നമ്മൾ സ്വീകരിക്കണം. ഈശോ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് എഴുന്നള്ളുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് രാജകീയമായി എഴുന്നള്ളുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഓർശലേം നഗരത്തിലെ ജനങ്ങൾ എങ്ങനെയാണോ ഈശോയെ സ്വീകരിച്ചത് അതുപോലെ നമ്മൾ സ്വീകരിക്കണം. അവർ സ്വീകരിച്ചതിന് ഉപയോഗിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരിച്ചു. അവൻ സഞ്ചരിച്ച കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു. വസ്ത്രം എന്നതിന് ദൈവശാസ്ത്രപരമായിട്ട് വലിയ അർത്ഥമുണ്ട്. വസ്ത്രം എന്നതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്: വസ്ത്രം വിശുദ്ധിയുടെ അടയാളമാണ്, അത് ദൈവീക ജീവന്റെ പ്രതീകമാണ് വസ്ത്രം എന്നത്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞിട്ടില്ലേ, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പോയപ്പോൾ അവന് സംഭവിച്ചെന്താ? അവനെ കൊള്ളക്കാർ ആക്രമിച്ചു, അവനെ പ്രഹരിച്ചു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവൻ അർത്ഥപ്രാണനാക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോയി. വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ അവൻ അർത്ഥപ്രാണനായി. ദൈവത്തിൻ്റെ ജീവൻ അവനിൽ നിന്ന് പോയി. ദൈവീക ജീവൻ്റെ അടയാളമാണ് വസ്ത്രം. മാമുദീസായ്ക്ക് കുഞ്ഞിന് വസ്ത്രം നൽകുന്നില്ലേ, വെള്ളവസ്ത്രം? ദൈവിക ജീവൻ്റെ അടയാളമായി, പരിശുദ്ധിയുടെ അടയാളമായി, ആ വിശുദ്ധി എന്നും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വസ്ത്രം എന്നും വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. തങ്ങളുടെ ജീവിതത്തിലെ ദൈവീക ജീവനിലൂടെ നേടിയ പരിശുദ്ധി ദൈവപുത്രന് എൻ്റെ ദേവാലയത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ നഗരത്തിലേക്ക് എഴുന്നള്ളുവാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഓശാന ഗീതം ഉയരും. അതായത് ഓശാന ഗീതം എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരണമെങ്കിൽ ഞാൻ ഇതുപോലെ ദൈവത്തെ വസ്ത്രം കൊണ്ട്, ദൈവിക ജീവനാകുന്ന വിശുദ്ധിയാകുന്ന എൻ്റെ വസ്ത്രം കൊണ്ട് സ്വീകരിക്കണം. വിശുദ്ധിയാകുന്ന വസ്ത്രം കൊണ്ട്. ഈ ഓശാന തിരുനാൾ നാം ഓരോരുത്തരോടും പറയുന്ന, ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്: വിശുദ്ധിയാകുന്ന വസ്ത്രം കൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഓശാന ഗീതം എൻ്റെ അധരത്തിൽ നിന്ന് ഉയരുകയുള്ളൂ. ആ കാര്യം നാം ഒരിക്കലും മറക്കരുത്. അവിടെ കൂടിയിരുന്ന പല നിയമജ്ഞർക്കും ഫരിസേയർക്കും എന്തുകൊണ്ടാണ് ഓശാന ഗീതം അരോചകമായി തോന്നിയത്? ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്ന. അത് അരോചകമായി തോന്നിയത് എന്തുകൊണ്ടാണ്? അത് തോന്നിയത് അവർക്ക് ആ വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. ദൈവപുത്രനെ അംഗീകരിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ്. വീണ്ടും അവർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം ഒലിവിലെ ചില്ലയാണ്. ഒലിവിൻ്റെ ചില്ല ചുണ്ടിലൊതുക്കി പിടിച്ചുകൊണ്ട് പറക്കുന്ന പ്രാവ് സമാധാനത്തിൻ്റെ ചിഹ്നമാണെങ്കിൽ, ഒലിവിൻ ചില്ല സമാധാനത്തിൻ്റെ ചിഹ്നമാണെങ്കിൽ, സമാധാനം കരങ്ങളിലേന്തിയവരും അത് പകരുന്നവർക്കുമാണ് ഓശാന ഗീതം ആലപിക്കാനുള്ള അവകാശം. അവർക്ക് മാത്രമേ പറ്റൂ. ഓശാന ഗീതങ്ങൾ ആലപിച്ച് അവർ ഒലിവിൻ ചില്ലകൾ വീശിയപ്പോൾ സമാധാനം അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് അവർ പ്രഘോഷിക്കുകയായിരുന്നു. ആ സമാധാനത്തിൻ്റെ ചിഹ്നമായിരുന്നു അവരുടെ കരങ്ങളിലുണ്ടായിരുന്നത്. ഓശാന ഗീതം എനിക്ക് ഇന്ന് ആലപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ ഓശാന എന്ന് പാടുവാൻ, ഉദ്ഘോഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഈ സമാധാനം സ്വന്തമാക്കാൻ പറ്റുന്നില്ല.
വിശുദ്ധി എനിക്ക് നഷ്ടപ്പെടുക. വിശുദ്ധിയും സമാധാനവും എൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ എനിക്ക് ഓശാന ആലപിക്കുവാൻ സാധിക്കും, ഓശാന എന്ന് പ്രഘോഷിക്കുവാൻ സാധിക്കും, ഓശാന എന്ന് ഉദ്ഘോഷിക്കുവാൻ സാധിക്കും. നിയമജ്ഞർക്കും ഫരിസേയർക്കും അത് അരോചകമായത് അതുകൊണ്ടാണ്. സമാധാനം അവരുടെ ഉള്ളിലില്ലായിരുന്നു, വിശുദ്ധി അവരുടെ ഉള്ളിലില്ലായിരുന്നു. ഇന്നും നമ്മളുടെ ഇടയിൽ നമ്മൾ ഓർക്കണം, വലിയൊരു ദുരന്ത കാലത്തിലൂടെയാണ് പോകുന്നത്. ഒരിക്കലും ഇല്ലാതെ ലോകം മുഴുവൻ കൊറോണ എന്ന വൈറസ്, COVID-19 എന്ന വൈറസ് പടർന്ന് പിടിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുക. 10 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ലോകത്തിൽ. ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും ഭയചകിതരാക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയം നമുക്ക് ഓശാന എന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റണം. കാരണം ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്ന. കർത്താവെ രക്ഷിക്കണമേ എന്ന. കർത്താവെ രക്ഷിക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈ രോഗം നമ്മളുടെ നേരെ ഭീതിതമായി നോക്കുമ്പോൾ, നമ്മെ ഉറ്റുനോക്കുമ്പോൾ കർത്താവെ രക്ഷിക്കണമേ, ഓശാന എന്ന് പ്രാർത്ഥിക്കണം തമ്പുരാനെ നോക്കി. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വേണം, എൻ്റെ ജീവിതത്തിൽ സമാധാനം നേടണം. ഈ രോഗമൊക്കെ, ഈ പകർച്ചവ്യാധികളും ഈ പടർന്നു പിടിക്കുന്ന രോഗവും സാഹചര്യങ്ങളുമൊക്കെ നമ്മളെ ക്ഷണിക്കേണ്ടതും കൊണ്ടുപോകേണ്ടതും ആ വിശുദ്ധി സ്വന്തമാക്കുന്ന അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കുമാണ്. ഈ ഓശാന തിരുനാൾ ഇന്ന് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ പങ്കുചേരുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കണം, ഓർക്കണം, ചിന്തിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ ഈ കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള അനുതാപം, വിശുദ്ധി സ്വന്തമാക്കാൻ സാധിക്കുന്ന അനുതാപം, പശ്ചാത്താപം, സമാധാനം സ്ഥാപിക്കാൻ തക്ക രീതിയിലുള്ള മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനുള്ള മനസ്സും നിലപാടും മനോഭാവവും ഒക്കെ നമ്മൾ സ്വീകരിക്കണം. അത് നമ്മളെ ഓശാന പാടുവാൻ, കർത്താവെ രക്ഷിക്കണമെന്ന പ്രാർത്ഥന ഉരുവിടാൻ ശക്തരാക്കും. ഈ ഓശാന തിരുനാൾ അപ്രകാരം നമ്മളെ വളർത്തട്ടെ. അങ്ങനെ ഈ വൈറസിനെയും പകർച്ചവ്യാധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തെ സ്വീകരിച്ച് സുരക്ഷിതരായി അവിടുത്തെ തിരുരക്തക്കോട്ടയൊരുക്കുന്ന സംരക്ഷണ ചൈതന്യം ഒരുക്കി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായും ശ്രദ്ധിക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് സർവേശ്വരൻ നിങ്ങളെയും എന്നെയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓശാന തിരുനാളിലൂടെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ഈ തിരുക്കർമ്മങ്ങളുടെ വിശുദ്ധ ബലിയിലൂടെ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് സ്നേഹപൂർവ്വം ഈ ഓശാന തിരുനാളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ ഓർസ്ലേമിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് ഏറ്റുപറയാം. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, എബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, ഞങ്ങളുടെ നാടിനെയും ഈ ലോകം മുഴുവനെയും പകർച്ചവ്യാധി പിടിമുറുക്കിയിരിക്കുമ്പോഴും അങ്ങയിൽ തന്നെ ദൃഷ്ടിയുറപ്പിച്ച് വിശ്വാസത്തോടുകൂടി അങ്ങയെ സമീപിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന നല്ല കർത്താവേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ ഈ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ ബലിവേദിയിലേക്ക് ആഗതനാകുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളിലേക്ക് ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ്റെ മരണത്താലും ഉത്ഥാനത്താലും പങ്കുചേരുവാനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നാഥനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനോ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതുത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും
ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ മകനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ,
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഇസഹാക്യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സതതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സതതം, ഓശാന ഓശാന ഓശാന. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ
കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മരിച്ചുപോയി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, മിഷണറിമാർ, സന്യാസികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥികൾ, അൽമായ പ്രേക്ഷിതർ, കുടുംബജീവിതക്കാർ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥിനികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും തടവറയിൽ കഴിയുന്നവരും ഭവനമില്ലാത്തവരും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായും COVID-19 രോഗം മൂലം മരണപ്പെട്ട സകല മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും സ്തുത്യർഹമായ രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ, നഴ്സസ്, ഡോക്ടേഴ്സ്, മറ്റ് സഹായികൾ, റിസർച്ച് ചെയ്യുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാർ, തങ്ങളെ തന്നെ സമർപ്പിച്ച് ജോലി ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ, മറ്റ് വളണ്ടിയേഴ്സ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ദേശത്തേക്ക് പകർച്ചവ്യാധി കടന്നു വരാതെ അങ്ങയുടെ തിരുരക്തക്കോട്ടയാൽ ഞങ്ങൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ഈ വിശുദ്ധ ബലിയുടെ ചൈതന്യത്താലും
വിശുദ്ധവാരത്തിലെ ആരംഭദിന ശുശ്രൂഷകളുടെ ഓശാന തിരുക്കർമ്മങ്ങളുടെ യോഗ്യതകളാലും ഈ തിരുക്കർമ്മത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും സംരക്ഷണത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങ് സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ആ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമുദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ മാർഗം പഠിപ്പിച്ചുവെന്നും ഞങ്ങളെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിനു സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അപ്പത്തിൻ രൂപത്തിൽ വന്നവ
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ അരൂപിയിൽ ആത്മീയമായി സ്വീകരിക്കുവാൻ വേണ്ട ഒരുക്കം നൽകണമേ. ഈശോ ഞാനാകുന്ന ദൈവഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമെങ്കിൽ, അവിടുത്തെ രക്ഷ എനിക്ക് സ്വീകരിക്കണമെങ്കിൽ, എന്നിൽ വിശുദ്ധിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ എന്നിലെ പാപക്കറകളെല്ലാം നീങ്ങിപ്പോകണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമേ, എന്നെ അവിടെ നിന്ന് മോചിക്കണമേ. സകല പാപങ്ങളെ ഓർത്ത് വലിയ ആഴമേറിയ അനുതാപം ഹൃദയത്തിലുളവാക്കിക്കൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ എന്ന് അപേക്ഷിച്ച് ഒരേ മനസ്സോടെ നമുക്കൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഒന്ന് ചേർന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. പാപങ്ങൾ പുറത്ത നല്ല തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഈശോ പഠിപ്പിച്ച അതേ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകൾക്കും വേണ്ടി പരിഹാരം ചെയ്ത നല്ല തമ്പുരാൻ്റെ നാമത്തിൽ ദൈവപിതാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും അവൻ്റെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലും വിമോചനവും നൽകണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമുക്കെല്ലാവർക്കും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചുകൊണ്ട് ഈശോയെ അരൂപിയിൽ ആത്മീയമായി നമുക്കൊന്ന് സ്വീകരിക്കാം. അതിനായി നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ തിരുമുമ്പിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന പ്രാർത്ഥനയോടെ അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അവിടുന്ന് പിതാവായ ദൈവമയച്ച ഏകപുത്രനാണെന്നും കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനും ഈ ലോക ജീവിതത്തിലെ സകല കഷ്ടതകളിലും മനുഷ്യനായി ജീവിച്ചുവെന്നും പരസ്യമായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നും
പീഡകൾ സഹിച്ചുവെന്നും കുരിശിൽ തറയ്ക്കപ്പെട്ടുവെന്നും സംസ്കരിക്കപ്പെടുകയും ഉദ്ധാനം ചെയ്യപ്പെടുകയും സ്വർഗാരോപിതനാവുകയും പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുന്നവനുമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ വിശുദ്ധവാരത്തിന്റെ ആരംഭദിനമായ ഓശാന തിരുനാളിൽ ജെറൂസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി അവിടുന്ന് പ്രവേശിച്ചതുപോലെ എന്റെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും ഈ ദേശത്തേക്കും അവിടുന്ന് കടന്നു വരണമേ, എഴുന്നള്ളി വരണമേ. അരൂപിയായി സജീവ സാന്നിധ്യമായി അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു. അവിടുന്ന് എന്റെ ഉള്ളിൽ സ്ഥിരമായി വസിക്കണമേ. അങ്ങേക്ക് ഓശാന പാടി അവിടുന്ന് നൽകുന്ന രക്ഷയെ സ്വീകരിക്കുവാൻ ഈ തിരുക്കർമ്മങ്ങൾ വഴി അങ്ങ് എന്നെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഒരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഈശോയെ മൗനമായി ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അരൂപിയിൽ സ്വീകരിച്ച് ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന് മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാപന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഈ വരുന്ന പെസഹ വ്യാഴാഴ്ചയും ഇതുപോലെ ഈ തിരുക്കർമ്മങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി അതിനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഓശാന തിരുനാളിൻ്റെ സമാപന ആശീർവാദത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉദ്ധാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പെസഹാ രഹസ്യത്തിൽ പങ്കുചേർന്നവരായി ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അവിരാമം അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. നരരക്ഷകനും നാഥനുമായി ധരയിലണഞ്ഞൊരു മിശിഹായി നൽകിയ താതനു വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാക്കണമേ റൂഹായേ. പീഡ സഹിക്കാൻ കുരിശേറാൻ ഓർശ്ലേം പോകിയ തിരുനാഥൻ ത്യാഗമോടെന്നും ജീവിക്കാൻ നിത്യമനുഗ്രഹം അരുളട്ടെ. മന്നിതിൽ നിങ്ങൾ സ്തുതി പാടി വിണ്ണിലും അവനെ വാഴ്ത്തിടുവാൻ ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളെ കർത്താവിന്റെ കൃപയുടെ സുസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോലോ എന്നറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ വേളാങ്കണ്ണി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാവൽക്കാരനായ മാറിയൂസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലിഹായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ അൽഫോൺസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ യൂപ്രാസ്യ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളും സ്വർഗവാസികളുമായ സകല വിശുദ്ധരെ 12 ശ്ലീഹന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശടയാളം വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.